എൻ്റെ മനുഷ്യ ഈ ബീഡി വലിക്കില്ലെന്ന് ഡോക്ടർ എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാ ഈ ചായ കുടിക്കേ. ഞാൻ ഇറങ്ങിയ ഗോതമ്പ് കിട്ടിയോടാ? ആ കിട്ടിയുമ്മ. ഇതെന്താ ഗോതമ്പാ? ഇതെല്ലാരും കൂടി വാരി ഞാൻ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വൈകുന്നേരം ഇത് പൊടിപ്പിക്കണം കേട്ടാ. മനാഫെ നിക്കടാ, അതാ ഞാൻറാ. വാ. സീറ്റ് കിട്ടി. ഓടിച്ചെണ്ണയോ ഒന്ന് പോകണേ. അല്ലടാ മനഫേ, നീ സെയിലിന് പോയി അവളെ കണ്ടെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവള് തന്നെ കിടിച്ചത് വല്ല ഉറപ്പുണ്ടോ? അതൊക്കെ നടക്കും. നിങ്ങൾ എൻ്റെ കൂടെ എന്നാ മതി. എനിക്ക് തോന്നണില്ല കേട്ടാ. നിന്റെ വീട്ടിൽ പറഞ്ഞിട്ട് അവര് സമ്മതിച്ചില്ലല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവോ? അത് പറ. ഞങ്ങളുണ്ടല്ലേ കൂടെ, ഉറപ്പ്. ഒന്ന് ശ്വാസമായിട്ട് നടക്കപ്പ. പെണ്ണ് കാണാൻ വേണം. ചട്ടുകാലിനൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പറയണ കേൾക്കും. ഇത് മൂത്ത മോളുടെ ഭർത്താവ് സലാമ്. മോൻക്കറിയാലോ അവസ്ഥ. സ്വർണവും പണവും കൊടുത്ത് കെട്ടിക്കാനുള്ള വകുപ്പൊന്നും. അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ പള്ളിയിൽ വെച്ച് നിക്കാഹ് തന്നാൽ മാത്രം മതി. അതൊക്കെ മോന്റെ വീട്ടുകാർ സമ്മതിക്കോ? അത് ഞാൻ പിന്നീട് പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ഇപ്പോ നിക്കാഹ് തന്നാൽ മതി. ആ എന്നാ പെൺകുട്ടി വിളിക്കല്ലേ? ആ സൂറ, മോളെ വിളിക്ക്. ഒന്നുള്ളല്ലോ ഇക്കൊടുത്തു. നിങ്ങൾ പറയണത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. ചെറുക്കൻ 2 കൂട്ടുകാരും കൂടി വന്നിട്ട് നിക്കാഹ് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾ എന്താ പറയാ? അല്ലാണ്ട് ഓന്റെ വീട്ടുകാരെ സമ്മതിക്കില്ലാന്നല്ലേ പറയുന്നത്. സ്ത്രീധനം കൊടുക്കാൻ എന്തിരുന്നിട്ടാ ഇവിടെ? ഓൾക്ക് പ്രായം കൂടിയവരല്ലേ. എന്റെ വയ്യാത്ത കാലം വെച്ച് എന്ത് ചെയ്യാനാ ഞാൻ? നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യേ, അല്ലാണ്ട് ഞാനിപ്പോൾ എന്താ പറയാ? ഇക്ക, നിങ്ങളോട് വാടക വീടിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി? ഇനി ഇവിടെ നിന്ന എല്ലാവരും കൂടി നമ്മളെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. ഒരെണ്ണം ശരിയായിട്ടുണ്ട്. നാളെ ഞാൻ പോയി നോക്കാം. നമുക്ക് മാറാം. അമ്മ, ഞാനൊരു വാടക വീട് നോക്കിയണ്ടായിമ്മ.
നീ വാടക വീട് എടുത്തിട്ട് എങ്ങനെ വാടക കൊടുക്കാനാ? അതെല്ലാം നടക്കുമ്മ. ഞാനൊന്നും പറയല്ല, എൻ്റെ ഇഷ്ടം പോലെ ചെയ്യേ. അല്ലമ്മ, എന്തിനാ അവനോട് പോവണ്ടെന്ന് പറഞ്ഞ്? അവൻ എവിടെയെങ്കിലും പോയാൽ മതി. എൻ്റെ മക്കളെ പെറ്റ വയറല്ലോ, ഉമ്മയ്ക്ക് അങ്ങനെ കരുതാൻ പറ്റുമോ? ഇക്ക എന്നിങ്ങനെ സീഡിയും വിറ്റ് അരപ്പട്ടിനായി നടന്നാൽ മതിയോ? പെൺകുട്ടികൾ പ്രായമായി വരികയല്ലേ? ഗൾഫിലേക്കൊരു വിസ ഒത്തിട്ടുണ്ട്, നോക്കട്ടെ. പോയി വരാം. ഹലോ ഫാസില, ആ പറയേ. എന്ത് പറ്റി ഫാസില? ഏയ് ഒന്നുമില്ല, ഞാൻ മക്കൾ കൊടുക്കാം. ഡി കുഞ്ഞോളെ, ഇത് ഫോൺ. ഹലോ ഉപ്പ, സുഖാണോ? ഉപ്പ കുഞ്ഞോളെ, ഞാൻ പോവാ. മാളു ഇന്ന് ട്യൂഷൻ ഇല്ലാത്ത നന്നായല്ലേ? വാ നമുക്ക് കളിക്കാം. മാളു, നീ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് കളിക്കാം. ആ ശരി, ഞാൻ വരാം കേട്ടോ. ഹായ് മൂത്താപ്പ. മൂത്താപ്പ ഓളുണ്ട് പോയ മിഠായി മേടിച്ചോട്ടാ. മക്കളെ കത്തൂട്ടിയല്ലേ? ഉമ്മ,
ഉമ്മ കാക്ക പതുക്കെ വലിക്ക്. ആട ചക്ക. ഹായ് മൂത്താപ്പ. മൂത്താപ്പ വായോ. ആ മോളെന്താ അവിടെ തന്നെ നിന്നത്? ഇങ്ങോട്ട് വാ മോളെ. ഇത്താത്ത വായോ. മേടിച്ചോളൂ കേട്ടാ. ചെല്ലേ. ഹായ് ഐസ്ക്രീം. ഇത്താത്ത നമുക്ക് കളർ ഐസ്ക്രീം വാങ്ങാം. എക്ക് കപ്പ് അടിക്കും. ഇത്താത്ത മൂത്താപ്പ പോയി വാ നമുക്ക് കളിക്കാം. ഞാൻ ഈ മുട്ടായി ഉമ്മക്ക് കൊടുത്തിട്ട് വരാം. ആ ഉപ്പ വന്നേ. ഉമ്മ ഉപ്പ വന്നു. ഉപ്പ ഉപ്പ ഫാസില, ഉപ്പ ഉപ്പ ഉപ്പാടെ ബാഗിൽ മിഠായിണ്ട്. വാ വാ വാ. ഹായ് മിഠായി. ഇത്താത്ത എനിക്ക് തന്നാട്ടാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ ഇനി അതിനെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പോലും. നീ ഇനിയെങ്കിലും നമ്മുടെ 4 മക്കളെ ഓർത്ത് മാന്യമായി ജീവിക്കുക ഫാസില. മക്കളെ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നൊന്നുമല്ലല്ലോ. നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. ഞാനെന്ന് വിളിച്ചപ്പോഴേ പറഞ്ഞില്ലളിയ, അവളുടെ പോക്ക് ശരിയല്ല. അന്ന് ഞാനത് പറഞ്ഞ് നീ വിശ്വസിച്ചില്ല. എന്നാലും അവൾ അങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ലടാ. അവളില്ല ഇവിടെ. വീട്ടിൽ പോണെന്ന് പറഞ്ഞ് പോയതാ, വന്നിട്ടില്ലടാ. നിന്റെ മക്കളില്ലാത്ത സമയത്ത് ഒരുപാട് ആൾക്കാർ നിന്റെ വീട്ടിൽ കയറണമെന്നാ ഇവിടെ എല്ലാരും പറയണേ. നീ വിടേ. നീ അത് വിടളിയാ. ആ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നേരത്തെ വന്നോ? ഒന്നും പറയണ്ട. നിന്റെ രണ്ടാമത്തെ മരുമകളുടെ നടപ്പുദോഷം കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കഷ്ടം.
മോളെ കുഞ്ഞേ, എന്തിനാ കരയണ? എവിടെ എവിടെ പോയി? ഞാൻ സലാമിക്കയുടെ കൂടെ പോകുന്നു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തന്നെ തരുന്നു. വാപ്പ മോനും കൂടി എങ്ങോട്ടാ? ഞാനിവന് ദർശി കൊണ്ടാക്കാൻ പോവാ തൃശ്ശൂരില്. ചേട്ടാ, ഒരു ലോട്ട് എടുക്കോ? ചേട്ടാ, ഒരു ടിക്കറ്റ്. ഉമ്മ നിക്ക്. മോനെ. മോനോ? ഞാൻ നിങ്ങളുടെ മോനല്ല. ഞങ്ങളൊക്കെ വളർത്തി വലുതാക്കിയ ഒരു ഉമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഉപ്പാടെ രണ്ടാം ഭാര്യയായിട്ടല്ല, സ്വന്തം ഉമ്മയായിട്ടാ അവർ ഞങ്ങളെ വളർത്തിയത്. അതാ ഞങ്ങളുടെ ഉമ്മ, അല്ലാണ്ട് നിങ്ങളല്ല ഉമ്മ. ഉപ്പോ